السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح واستطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യ സഹോദരങ്ങളെ, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ്, യഥാർത്ഥത്തിലെ പേര് ഇന്നലെ നമ്മൾ പറഞ്ഞു, ഷൈബത്തുൽ ഹംദ് എന്നാണ് പേര് എന്നും എന്തുകൊണ്ട് ഷൈബത്തുൽ ഹംദിന് അബ്ദുൽ മുത്തലിബ് എന്ന പേര് ലഭിച്ച് എന്നും ഇന്നലെ നാം സംസാരിച്ചു. നേരത്തെ നാം പരാമർശിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാർ പൊതുവെ തത്വജ്ഞാനികളും വിവരസ്ഥന്മാരും ഇബ്രാഹിമി മില്ലത്തിനെ കൈവടിയാത്തവരുമാണ് പൊതുവിൽ. എന്നാൽ കർമ്മപരമായ ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. കാരണം കാലഗതിയിൽ അതൊക്കെ സമൂഹത്തിൽ നിന്നിട്ട് അപ്രത്യക്ഷമായി മറന്ന് അതിനെ സമുദ്ധരിക്കാൻ ഇടക്കാലത്ത് മുജദ്ദിദുകളും അമ്പിയാക്കളും വരാത്തത് കൊണ്ട് അറിവില്ലായ്മ മൂലം ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഷിർക്കിലേക്ക് എത്തുന്ന ഒരവസ്ഥ ആരിലും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, അബ്ദുൽ മുത്തലിബ് ധാരാളം അറിവിൻ്റെ ഉടമയാണ്. മഹാനവർകൾ കാഴ്ചയിൽ ഒറ്റനോട്ടത്തിൽ തന്നെ വെളുത്ത് ചുവന്ന് അജാനുവഹു എന്ന് പറയാൻ പറ്റുന്നൊരു വലിയ മനുഷ്യനാണ്. രാജകീയമായ പ്രൗഢി മഹാനവർകളുടെ മുഖഭാവത്തിൽ തന്നെ കാണുമായിരുന്നു. തന്നെ കാണുന്ന മാത്രയിൽ തന്നെ ബഹുമാനവും ആദരവും സ്നേഹവും പിടിച്ചു പറ്റാൻ പോകുന്ന വ്യക്തിത്വമായിരുന്നു മഹാനവർകൾ. വലിയ ഒരു കുടുംബത്തിൻ്റെ ഉടമയുമാണ്. നേരത്തെ പറഞ്ഞ പോലെയല്ല, 18 മക്കളുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. 12 ആൺമക്കളും 6 പെൺമക്കളും ഉൾക്കൊള്ളുന്ന വലിയൊരു കുടുംബനാഥനായിരുന്നു മഹാനവർ. പല യാത്രകളിലും ജൂത പണ്ഡിതന്മാരുമായും ക്രിസ്തീയ പുരോഹിതന്മാരുമായും പൂർവമായി പാരമ്പര്യമായി രാജവംശങ്ങളിലൂടെ കൈമാറി വന്ന സ്വകാര്യ വിജ്ഞാന ശാഖകളിലൂടെയുമൊക്കെ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു. മക്കയിൽ തന്നെ പ്രസിദ്ധ വ്യാപാരിയായിരുന്ന ഒരു ജൂതനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം അവരുടെ പുരോഹിതനായിരുന്നു. എങ്കിലും ജൂതമതത്തിൽ നടക്കുന്ന അനാചാരങ്ങളിൽ മടുത്ത് നാട് വിട്ട് മക്കയിൽ വന്ന് ഒരു വ്യാപാരിയുടെ വേഷത്തിൽ താമസിക്കുകയാണ്. കാരണം ഇവിടെയാണ് തൗറാത്ത് പ്രവചിച്ച പ്രവാചകന്റെ ആഗമനം. മഹാനവർകളെ കാണുന്ന മാത്രയിൽ ആദ്യം തന്നെ ഇസ്ലാമതം സ്വീകരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം മക്കയിൽ വന്ന് താമസിക്കുന്നു. അതൊരു കച്ചവടക്കാരൻ എന്ന പേരിലാണെന്ന് മാത്രം. അദ്ദേഹം പലപ്പോഴും
അറബികളോട് ഈ കാര്യം താനതിന് വന്നതാണെന്ന് പറയില്ലെങ്കിലും നിങ്ങളുടെ നാടിന് നല്ലൊരു ഭാവി സമീപകാലത്ത് ഉണ്ട്, ലോകം ആകെ അനാചാരത്തിലും അറിവില്ലായ്മയിലും മുഴുകി നടക്കുന്ന ഈ സമയത്ത് ജനസമൂഹത്തെ മൊത്തം സമുദ്ധരിക്കാനുള്ള അവസാനത്തെ പ്രവാചകൻ റസൂലും നിങ്ങളുടെ ഈ നാട്ടിലാണ് വരിക എന്ന് മാത്രമല്ല, ഖുറൈശി കുലത്തിലായിരിക്കും അദ്ദേഹം എന്നും, അതുകൊണ്ട് ആ നബിയുടെ ആഗമനം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും പലപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ നേരിൽ കണ്ട് പരിചയപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹം സ്വകാര്യമായി വിളിച്ച് വളരെ കൃത്യമായി, ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പുത്രന് തീർച്ചയായും തൗറാത്തിൽ സുവിശേഷം അറിയിക്കപ്പെട്ട ആ പുണ്യപ്രവാചകൻ ജനിക്കും. നിങ്ങൾ ആ കുട്ടിയുടെ പിതാവായിരിക്കാം, അതല്ലെങ്കിൽ പിതാമഹനായിരിക്കാം. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിൽ പറഞ്ഞ സുവിശേഷങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷെ അതിൻ്റെ പ്രത്യേക ലക്ഷണങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ഏതായാലും വിവരമുള്ളവർ പറയുന്നത് സ്വീകരിക്കുക എന്നുള്ളവർക്ക് സ്വീകരിച്ചു. അതിനിടയിൽ യമനിലേക്ക് ഒരിക്കൽ കച്ചവടാവശ്യാർത്ഥം പോയ സമയത്ത് അവിടെയുണ്ടായിരുന്നൊരു പ്രശസ്ത ജൂത പണ്ഡിതൻ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ശരീരത്തിലെ ഒരു ഭാഗം എനിക്കൊന്ന് പരിശോധിക്കാനുണ്ട്, നിങ്ങൾക്കതിൽ വിയോജിപ്പുണ്ടോ? അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഔറത്തല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ, അതിനെനിക്ക് വിരോധമില്ല. അങ്ങനെ അടുത്ത് വിളിച്ച് മഹാനായ അബ്ദുൽ മുത്തലിബിൻ്റെ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വലത്തേ ദ്വാരവും ഇടത്തേ ദ്വാരവും പ്രത്യേകം പരിശോധിച്ചിട്ട് അദ്ദേഹം സ്വകാര്യമായിട്ട് പറഞ്ഞു, ജിസാലത്തും മുലൂക്കിയത്തും നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. നുബുവത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇനി ഒരൊറ്റ നബിയെ വരാനുള്ളൂ. ആ നബി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ പുത്രന് ജനിക്കണം. അദ്ദേഹം ലോകത്തെ ചക്രവർത്തിയായി മാറും. പക്ഷേ നിങ്ങൾ ബനു ഹാഷിമുകാരനല്ലേ? അതെ, ഞാൻ ബനു ഹാഷിമുകാരനാണ്. പക്ഷെ പ്രശ്നം അതല്ല, ഈ കുട്ടി ജനിക്കുക ബനു സൂറയിലാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ബനു സൂറക്കാരുമായിട്ട് വിവാഹബന്ധമുണ്ടോ? ഇപ്പോഴില്ല. നിങ്ങൾ സാധിക്കുമെങ്കിൽ നാട്ടിൽ തിരിച്ചെത്തിയാൽ ബനു സൂറയിൽ നിന്നിട്ട് വിവാഹം കഴിക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിച്ചു. അതും അവിടെ മനസ്സിൽ വെച്ചു. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിൽ പറഞ്ഞ വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ വലിയൊരു ചരിത്രമുണ്ട്, അന്ന് പറഞ്ഞപ്പോൾ എവിടെ എത്തൂല. യമൻ പാരമ്പര്യമായി അക്കാലത്ത് ഭരിച്ചു പോയിരുന്നത് ഹെമ്യരി ഗോത്രക്കാരാണ്. പക്ഷേ ഹെമ്യർ ഗോത്രക്കാർ ഇടക്കാലത്ത് ജൂതമതം സ്വീകരിക്കുകയും തോന്നിവാസത്തിൻ്റെ ഇച്ഛാനുസാരമുള്ള ഭരണം നടത്തുകയും നാട്ടിൽ അക്രമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത കൂട്ടത്തിൽ അന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ റിസാലത്ത് നിലനിൽക്കുന്ന കാലമാണ്. അഥവാ ഈസാ നബി അലൈഹി ഇസ്ലാം മാനവനം കഴിഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം നടക്കുന്നതിന് മുമ്പ്. അങ്ങനെ യമന്റെ ഭാഗത്തിൽപ്പെട്ട നജ്റാൻ പ്രദേശങ്ങളിൽ ജൂതന്മാര് ഭരണം നടത്തുമ്പോൾ അവർ യഥാർത്ഥ ജൂതമതം തിരുത്തി ചീത്തയാക്കി തോന്നിയതുപോലെയൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് അന്നത്തെ
റോമിൽ നിന്നും ഒരു പുരോഹിതൻ വന്ന് നജറാനിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു കൊച്ചു തമ്പെടുത്ത് അവിടെ താമസമാക്കി. അദ്ദേഹം സത്യസന്ധനായ യഥാർത്ഥ നസ്രാനിയായിരുന്നു. നീണ്ട ചരിത്രങ്ങളായാലും പറയാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹത്തെ സ്വകാര്യമായി സമീപിച്ച അബ്ദുല്ലാഹിബ്നു താമിർ റളിയല്ലാഹു തആല അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രത്തിൽപ്പെട്ടത് 3 സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് അബ്ദുല്ലാഹിബ്നു താമിറിന്റെ സംഭവമാണ്. സിഹർ പഠിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ചരിത്രമായതുകൊണ്ടും സമയപരിമിതി കൊണ്ടും ഞാനത് ചുരുക്കുകയാണ്. അങ്ങനെ സത്യവിശ്വാസികളായി തീർന്ന ആ നാട്ടിലുള്ള ആയിരക്കണക്കിന് വരുന്ന നസ്രാക്കളെ അക്രമിയായ രാജാവും കിങ്കരന്മാരും കൂടി വലിയ കിടങ്ങ് ഒഴിച്ച് അതിൽ വിറക് നിറച്ചു, തീ കത്തിച്ചു. ഒരുപക്ഷെ അന്നത്തെ ദീനാവുന്ന നസ്രാനിയത്തിൽ നിന്നിട്ട് മുർത്തദായി ഇവരുടെ വഴികേടിലേക്ക് തിരിച്ചു വരിക, അതല്ലെങ്കിൽ ഈ അഗ്നികുണ്ഡത്തിൽ ഹോമിക്കപ്പെടുക എന്ന് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ സത്യവിശ്വാസികളായ 800ഓളം പേരെ നിർദാക്ഷിണ്യം ആളിക്കത്തുന്ന അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ ചുട്ട് ചാമ്പലാക്കി. അക്കൂട്ടത്തിൽ അവരെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയും അദ്ദേഹം കുതിരപ്പുറത്തേറി ജീവനും കൊണ്ട് ഷാമിലേക്ക് രക്ഷപ്പെട്ടു. ബുസ്രായിൽ ചെന്ന് കൈസർ ചക്രവർത്തിയെ കണ്ട് വിവരം പറഞ്ഞു. അവരൊക്കെ നസ്രാനികളാണ്. പേച്ച നസ്രാനികളുണ്ട്, അല്ലാത്തവരുണ്ട്. കൈസർ ചക്രവർത്തിയോട് പറഞ്ഞിട്ട് നമ്മുടെ ദീൻ രക്ഷപ്പെടാൻ, ദീനിൻ്റെ അഹിലുകാരായ പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. അതുകൊണ്ട് ഇവിടുന്ന് പട്ടാളത്തെ അയച്ചു തരണം നജറാനിലേക്ക് എന്നാവശ്യപ്പെട്ടപ്പോൾ രാജാക്കന്മാരൊക്കെ അധികവും അങ്ങനെ തന്നെ. അവർക്ക് മതവും ദീനും ഒക്കെ പറയുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടി, അല്ലാതെ ആഖിറത്തിന് വേണ്ടി ചെയ്യുന്നവർ വളരെ കുറവാ. ഇയാൾ പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങളെ നജറാനിലെത്തണമെങ്കിൽ മാസങ്ങൾ യാത്ര ചെയ്തിട്ട് വേണം. ഇത്രയും ദൂരദിക്കിൽ വന്നാൽ എന്താണ് ആ റിസ്ക് എടുക്കുന്നതിന് തിരിച്ചു കിട്ടാൻ? നിങ്ങളുടെ നാട്ടിൽ കാര്യമായ നിക്ഷേപങ്ങളൊന്നുമില്ല, കാര്യമായ സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ല, രാജ്യതന്ത്രപരമായ ഒരു ശ്രദ്ധേയമായ മേഖലയുമല്ല. ഈ സ്ഥിതിക്ക് പിന്നെ ഇവിടുന്ന് പട്ടാളത്തെ അയച്ച് യുദ്ധം ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് ന്യായമല്ല. പക്ഷെ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നില്ല. എൻ്റെ അതേ വിശ്വാസിയായ നസ്രാനി നിങ്ങളുടെ തൊട്ട പ്രദേശത്ത് ഉണ്ട്. ഹബിഷയിൽ നജാഷി രാജാക്കന്മാർ, ഹബിഷികളും നജാഷി രാജാക്കന്മാരും നസാറാക്കളാണ്. അവർക്ക് ഞാനൊരു കത്ത് തരാം. ആ കത്തുമായി പോയാൽ അദ്ദേഹം സഹായിച്ചോളുന്നു. അങ്ങനെ ഇദ്ദേഹം കൈസർ ചക്രവർത്തിയുടെ കത്തും വാങ്ങി ഹബിഷയിൽ വന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് പിന്നെ എളുപ്പമാണ്, പോരാൻ എളുപ്പമാണ്. അത്ര ദൂരമൊന്നുമില്ല. കാരപ്പം തന്നെ അവർ സാധാരണ മീൻ പിടിത്ത വള്ളത്തിലും ബോട്ടിലും ഒക്കെയാണ് ഈ അഭിഷേകൾ കയറി വരിക. അത്ര അടുത്തായതുകൊണ്ട് അവരൊരു സൈന്യത്തെ അയക്കുകയും അങ്ങനെ ഈ നജറാൻകാരുമായി യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി ഭരണം പിടികൂടി. അങ്ങനെയാണ് യമനിൽ കർത്തവർഗം ആദ്യം വരുന്നത്. ഹബിഷികൾ, ഈ വന്ന പട്ടാളക്കാർ, അവരുടെ കുടുംബം, അവർ പാരമ്പര്യമായി അവിടെ തന്നെ താമസിക്കുകയും അങ്ങനെ 72 വർഷക്കാലം ഹബിഷികളുടെ ഭരണം യമനിൽ നടന്നു. ഇപ്പം ഹബിഷികളുടെ ഭരണമാണെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ ഭരണമാണെങ്കിലും പാരമ്പര്യമായി ഹെമ്യറുകാരുടെ ഭരണത്തിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഹബിഷക്കാരുടെ ദുൽമ സഹിക്കാൻ കഴിയാതായപ്പോൾ പഴയ രാജവംശത്തിലെ പിന്മുറക്കാരനായിരുന്ന സെയ്ഫ് ബിൻ സിയസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തി ഒരു രാജകുമാരനുണ്ട്. അദ്ദേഹത്തിനറിയാം കൈസറിനെ സമീപിച്ചിട്ട് കാര്യമില്ല, നജ്ജാഷിയെ സമീപിച്ചിട്ട് കാര്യമില്ല, അവരൊക്കെ നസ്രാനികളാണ്.
എന്നാൽ ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണ്. നസറാക്കളല്ലാത്ത യമനികളൊക്കെ അന്ന് പഴയ കാലത്ത് ജാഹിലിയ വിശ്വാസികളാണ്. അപ്പം അവരുമായി സാമ്യമുള്ളവരാണ് കിസ്റ, അഗ്നി ആരാധകന്മാരാണ്. അങ്ങനെ ഇദ്ദേഹം കിസ്റ ചക്രവർത്തിയുമായി ആദ്യം മുൻദിർ ബിൻ സാവനെ സമീപിച്ചു. അറബി ഇറാഖ് ഭരിച്ചിരുന്നത് കിസ്റ ചക്രവർത്തിമാരുടെ കീഴ്രാജാക്കന്മാരായിക്കൊണ്ട് മുൻദിർ വംശജരായിരുന്നു. അങ്ങനെ മുൻദിർ ബിൻ സാവ ചക്രവർത്തിയെ കണ്ട് ഇയാൾ സമീപിച്ച് സൈഫ് ബിൻ സിയാസിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മുടെ നാടിന്ന് കർപ്പന്മാരായ ഹബ്ശികളുടെ കയ്യിലാണ്, അവർ തോന്നിയതുപോലെ നാട്ടിനെ ആക്രമിക്കുകയും കൊള്ള ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കിസ്റയുടെ കീഴ്രാജാവാണ്, അദ്ദേഹം പറയാതെ എനിക്കൊന്നും കഴിയില്ല. പക്ഷേ കൊല്ലത്തിൽ ചില പ്രത്യേക ദിവസങ്ങൾ എനിക്ക് കിസ്റയുടെ ദർബാറിൽ പങ്കെടുക്കാനും രാജാവിനെ നേരിട്ട് തിരുമുഖം കാണിക്കാനും അനുവാദമുള്ള ദിവസങ്ങളുണ്ട്. സമീപത്ത് വരും. ആ സമയത്ത് ഞാൻ നിങ്ങളെയും കൂട്ടിപ്പോയി മഹാരാജാവിൻ്റെ അടുക്കൽ വേണ്ടതുപോലെ കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അങ്ങനെ ഇദ്ദേഹത്തെയും കൂട്ടി രാജാവിൻ്റെ അടുക്കൽ ചെന്നു. വിവരങ്ങളൊക്കെ വേണ്ടതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പം അദ്ദേഹം ചിന്തിച്ച് ഇത് തന്നെ, എന്താണ് ഇവിടെ ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് നിങ്ങളെ നജറാനിലെത്തി യമൻ പിടിച്ചെടുത്താൽ എന്താ അവിടെ കിട്ടാനുള്ളത്? സാമ്പത്തികമായി എന്ത് നേട്ടമാണ്, രാഷ്ട്രീയമായിട്ട് എന്ത് നേട്ടമാണ്? രണ്ടും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. എങ്കിലും ഇദ്ദേഹം ഒരു രാജവംശജനാണല്ലോ സൈഫ്. അതുകൊണ്ട് അദ്ദേഹം 10,000 സ്വർണ്ണ നാണയം സമ്മാനമായി കൊടുക്കുകയും രാജകീയമായ വസ്ത്രം പ്രത്യേകം സ്ഥാനവസ്ത്രമായി നൽകി അലങ്കരിക്കുകയും ചെയ്തു. തള്ളിക്കളഞ്ഞില്ല, പക്ഷേ അപേക്ഷ സ്വീകരിച്ചില്ല എന്നർത്ഥം. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഈ 10,000 സ്വർണ്ണ നാണയം രാജദർബാറിൻ്റെ പുറത്തുള്ള പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വീതിച്ചു കൊടുത്തു. ഈ വിവരം രാജാവ് പറഞ്ഞു. ഇതൊരു സാധാരണ സംഭവമല്ലല്ലോ, അറബികളുടെ മാത്രം സ്വഭാവമാണ്. ഈ കയ്യൈന് ധർമ്മം ചെയ്യാനും സമ്പത്ത് അഭിമാനത്തിന് വേണ്ടി സമ്പത്ത് എന്തും ചെയ്യുന്നത് അവർക്കൊരു വിലയല്ല. അവർക്ക് എപ്പോഴും അഭിമാനമാണ് പ്രശ്നം, സമ്പത്ത് അവർക്ക് വിഷയമല്ല. അങ്ങനെ ചക്രവർത്തി പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. രണ്ടാമത് തിരിച്ചു വിളിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സൈനിക ഉപദേഷ്ടാവിനെ വിളിച്ചിട്ട്, ചക്രവർത്തിയുടെ സൈനിക ഉപദേഷ്ടാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം എല്ലാ നിലക്കും ഒരു അറബി ഗോത്രത്തിൽ ഗുണമൊത്തൊരാളാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നതാണെങ്കിലോ നമ്മളെ സംബന്ധിച്ച് ലാഭകരമല്ല താനും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം സൈനിക ഉപദേഷ്ടാവ് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത്, രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള വിവിധ കുറ്റങ്ങൾ ചുമത്തി ഒരുപാട് പട്ടാളക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പട്ടാളക്കാരുള്ള രാജാവാജ കിസ്റ. അതിൽ ആയിരക്കണക്കിന് പട്ടാളക്കാരുണ്ട്. ചില കുറ്റങ്ങളും സൈനിക നിയമപ്രകാരമുള്ള ചില തെറ്റുകളും ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം, ഈ മന്ത്രി ഉപദേശിച്ചു, മഹാരാജാവേ, ഏതായാലും നമ്മൾ കാര്യമില്ലാതെ ജയിലിൽ കിടത്തി തീറ്റിപ്പോറ്റുന്ന കുറേ കുറ്റവാളികളുണ്ടല്ലോ നമ്മളെ പട്ടാളത്തിൽ, അവർ പോയാൽ നമുക്കൊന്നും പോകാനില്ല. അതുകൊണ്ട് അവരിൽ നിന്നിട്ട് കുറച്ചാളെ നമ്മൾ അയച്ചു കൊടുക്കുക. ഇദ്ദേഹത്തിൻ്റെ രാജ്യതന്ത്രപരമായ കഴിവുപയോഗിച്ച് അദ്ദേഹം നേടുകയാണെങ്കിൽ ആ നേട്ടത്തിൽ നമുക്കും നേട്ടം തന്നെയാണ്. ആ ഒരു പ്രവിശ്യ കൂടി നമ്മുടെ അധികാരത്തിൽ വരുമല്ലോ. ഇല്ല, പോയാൽ നമുക്കൊന്നും പോകാനില്ല. കാരണം ഏതായാലും ജയിലിൽ കിടന്ന് കൊല്ലേണ്ടവരാ, അന്നോ നാളെ കൊല്ലേണ്ടവരാ, പോയി വെച്ചാൽ മതി. അത് ബുദ്ധിയാണെന്ന് രാജാവിനും തോന്നി. അങ്ങനെയാണ് കിസ്റ ചക്രവർത്തി 800 പടയാളികളെ ജയിൽ പുള്ളികളിൽ നിന്ന് തിരഞ്ഞെടുത്ത് സൈഫ് ബിൻ സിയസിൻ്റെ കൂടെ കൊട്ടു. അവര് ഏടൻ തീരത്ത് അണഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരായ അറബികൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ആഘോഷപൂർവ്വം വന്നു. അവിടെ ഇറങ്ങിയതിന് ശേഷം സൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം,
എൻ്റെ ഗോത്രക്കാരും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരുമായ ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ കൂട്ടുക, നിങ്ങളും കൂടുക. നമ്മൾ സംയുക്തമായി ഒരു മുന്നേറ്റം നടത്തിയാൽ അധികം പ്രയാസപ്പെടാതെ നമുക്ക് ഇവരെ തുരത്താനും ഭരണം പിടിച്ചെടുക്കാനും കഴിയും. അത് ബുദ്ധിയാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ മാത്രം യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് അധികാരം വാങ്ങിത്തരാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. നിങ്ങളെ ആളെ കൂട്ടിയിട്ട് യുദ്ധം ചെയ്യുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു. അങ്ങനെ സെയ്ഫ് ബിൻ സിയദിന്റെ നേതൃത്വത്തിൽ പേർഷ്യൻ സൈന്യവും അറബി സൈന്യവും കൂടിയുള്ള ഒറ്റക്കെട്ടായുള്ള മുന്നേറ്റത്തിൽ ഇവരെ തൂത്തെറിയാൻ കഴിഞ്ഞു. ഹബിഷിന്റെ ചരിത്രമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതൊരുപാടുണ്ട്. അറിയാത്തിൻ്റെയും അതുപോലെ തന്നെ അബ്രഹത്തിൻ്റെയും നേതൃത്വത്തിൽ വന്ന സംഭവം തുടങ്ങിയിട്ട് അത് ഇൻഷാ അല്ലാഹ് വരാൻ സമയം എപ്പോഴും അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം. ഏതായാലും അങ്ങനെ ഇവരുടെ അധികാരം നഷ്ടപ്പെട്ടു. പാരമ്പര്യമായി ഹെമ്യറി വംശജനായ സെയ്ഫ് ബിൻ സിയദിന് അധികാരം തിരിച്ചു കിട്ടി. ഈ സന്തോഷമറിയിക്കാൻ വേണ്ടിയിട്ട് അറബി ലോകത്തുള്ള എല്ലാ ഗോത്രത്തലവന്മാരും ഈ സെയ്ഫ് രാജാവിനെ ആശംസിക്കാൻ വേണ്ടി പോയ കൂട്ടത്തിൽ പരിശുദ്ധ മക്കയിലെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രമുഖ ഗോത്രത്തലവന്മാരെല്ലാം പോയ കൂട്ടത്തിൽ ബനു ഹാഷിം ഗോത്രത്തിൻ്റെ അക്കാലത്തെ തലവനായിരുന്ന അബ്ദുൽ മുത്തലിബ് തങ്ങളും പോയി. അതാ ചുരുക്കം നമ്മുടെ വിഷയം വിശദീകരിച്ച് ചരിത്രം പറയുമ്പോഴേ വിശദീകരിച്ച് പറയാൻ കഴിയും. അങ്ങനെ സെയ്ഫിനെ സമീപിച്ച 12ഓളം ഗോത്രത്തലവന്മാർ ഉൾക്കൊള്ളുന്ന ഖുറൈശികളെ പ്രത്യേകം ആദരിച്ച്, എല്ലാ ഗോത്രങ്ങളുടെയും നേതാക്കന്മാർ വരുന്നുണ്ട്, പക്ഷെ ഖുറൈശികളുടെ നേതാക്കന്മാരെ ഈ യമനി രാജാവ് പ്രത്യേകം ആദരിച്ച്. കാരണം അവർ ഹറമിൻ്റെ ആളുകളാണ്, കഅബ ഷരീഫിൻ്റെ ആളുകളാണ് എന്നറിയുന്നത് കൊണ്ട്. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിനെ ഹലാക്കാക്കി അധികം താമസിച്ചിട്ടില്ല. അബ്രഹത്തിൻ്റെ മകൻ്റെ മകൻ ഭരണം നടത്തുന്ന സമയത്താണ് സെയ്ഫ് ബിൻ സിയദ് അധികാരം തിരിച്ചു പിടിച്ചത്. അത് ചരിത്രം വിശദമായി പറയാൻ സമയം പറ്റിയാൽ പറയേണ്ടതാണ്. സെയ്ഫ് ബിൻ സിയദ് അധികാരം പിടിച്ചെടുത്തത് അബ്രഹത്തിൻ്റെ മകൻ്റെ മകനിൽ നിന്നിട്ടാണ്. അദ്ദേഹത്തെ കൊല്ലപ്പെടുകയായത്. അതൊക്കെ വളരെ തന്ത്രപൂർവ്വമാണ് യുദ്ധം നടന്നത്. രാജാവിനെ മാത്രം ഈ പേർഷ്യൻ സൈന്യത്തിൻ്റെ ചീഫ് കമാൻഡർ അയാളൊരു ഭീകര ശക്തിയായിരുന്നു, ലോകത്ത് തന്നെ പ്രശസ്തനായ ഒരു പടയാളിയായിരുന്നു. പക്ഷെ അയാൾ എന്തോ കുറ്റം ചെയ്തതിന് വലിയ ജയിലായതാ. ഇയാള് യുദ്ധത്തിനിറങ്ങുമ്പോൾ സൈന്യങ്ങളൊക്കെ അണിനിരത്തിയതിന് ശേഷം അവരെ രാജാവാരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ വലിയ ആജാനുബാഹുവായ സ്വർണത്തിൻ്റെ കിരീടം വെച്ച് നേരെ നെറ്റിയിൽ തിളങ്ങുന്ന ചുവന്ന മാണിക്യം പതിച്ച ആ ആനപ്പുറത്തിരിക്കുന്ന അദ്ദേഹമാണ്. എങ്കിൽ ഇവിടെ ഒരു കൂട്ടയുദ്ധം ചെയ്യണ്ട, ഞാൻ നല്ലൊരു പണി പറയാം. ഞാൻ എൻ്റെ വില്ലിൽ അമ്പ് തൊടുത്തുവിടും. അത് കൃത്യമായി ആൾക്ക് കൊണ്ടാൽ ഈ ഹബിഷിപ്പട ഇളകുകയും അദ്ദേഹത്തിന് ചുറ്റും ഫലം ചെയ്യുകയും ചെയ്യുന്നത് കാണും. അങ്ങനെ കണ്ടാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ രാജാവ് എൻ്റെ അമ്പേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ നോക്കിക്കണ്ട ഒറ്റ മുന്നേറ്റം. ആ സമയത്ത് ഹബിഷികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ല, ഞാൻ അമ്പ് ചെയ്തു, അവിടെ അണികളിൽ ഒരളക്കും കാണുന്നില്ലെങ്കിൽ എൻ്റെ അമ്പ് ലക്ഷ്യം തെറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം വെല്ല് കൊലച്ച് അമ്പ് ചെയ്തതും നേരെ ആ മാണിക്യത്തിൽ ചെന്ന് തട്ടി തലയിൽ തുളഞ്ഞ് ഇങ്ങേ പുറത്തേക്കാണ് അമ്പ് പുറത്തിയാടി. ഇപ്പം തന്നെ വീണതോടുകൂടി ചുറ്റുമാൾ കൂടി ഹബിഷി സൈന്യമാകെ ഇളകി. നേരത്തെ തന്നെ ഇദ്ദേഹം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഹബിഷി സൈന്യം ഇളകിയാൽ മനസ്സിലാക്കണം അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ആ സമയത്ത് അവരുടെ മനോദാർഢ്യം നഷ്ടപ്പെട്ടിരിക്കും. ഒറ്റ മുറ്റേറ്റ് കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിയും. അങ്ങനെ പരാജയപ്പെടുത്തുക. ഈ കൊല്ലപ്പെട്ട ചക്രവർത്തി അബ്രഹത്തിൻ്റെ പേരമകനാണ്. ആട്ടെ, സെയ്ഫിനെ കാണാൻ പോയ കൂട്ടത്തിൽ
സൈഫ് ബിൻ സിയാസൻ, സൈഫ് എന്ന് പറയുമ്പോൾ ചരിത്രകാരൻ സൈഫ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. സൈഫ് ബിൻ സിയാസനെ കാണാൻ പോയ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് ഉണ്ടല്ലോ. ഇവരെ പ്രത്യേകം അതിഥി മന്ദിരത്തിൽ താമസിപ്പിച്ച് എല്ലാവിധ ആദരവുകളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഒക്കെ കൊടുത്ത് 1 മാസം വരെ രാജാവ് അവരുമായി സംസാരിക്കാൻ അപ്പോയിൻമെൻ്റ് കൊടുത്തില്ല. ഇതിൻ്റെ കാരണം തിരക്കാണ്, എല്ലാ ഗോത്രങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിടയിൽ കൂട്ടിവിടേണ്ടവരല്ല ഖുറൈശികളെന്ന് മനസ്സിലാക്കി അവരെ പ്രത്യേകം ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. 1 മാസം പൂർത്തിയാവുന്ന സമയത്താണ് മഹാരാജാവ് നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നിങ്ങളെ അനാദരിച്ചതല്ല താമസിപ്പിച്ചത്, മറിച്ച് നിങ്ങളെ യഥാവിധി സ്വീകരിക്കാൻ എനിക്ക് ഈ തിരക്കിനിടയിൽ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകം പരിഗണിച്ച് നിർത്തിയതാണെന്ന് പറയുകയും അങ്ങനെ പോകാൻ അനുമതി കൊടുത്തുകൊണ്ട് എല്ലാവർക്കും വലിയ സമ്മാനം കൊടുത്തു. അതിൻ്റെ 10 ഇരട്ടി അബ്ദുൽ മുത്തലിബിനും കൊടുത്തു. എല്ലാവർക്കും കൊടുത്തതിൻ്റെ 10 ഇരട്ടി അബ്ദുൽ മുത്തലിബിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുമായി എനിക്ക് സ്വകാര്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ സൈഫ് സ്വകാര്യ റൂമിലേക്ക് അബ്ദുൽ മുത്തലിബ് തങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, സബയിൻ്റെ പാരമ്പര്യമാണ്, സബ് നബിയാണെന്നാണ് അഭിപ്രായം. ഈ യമനിലെ തലസ്ഥാനമാവുന്ന സബ്, ഈ പറയപ്പെട്ട മഹാനായ സബ് ഹൂദ് നബി അലൈഹി ഇസ്ലാം തന്നെയാണോ അതല്ല ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രനാണോ എന്ന അഭിപ്രായത്തിൻ്റെ സബയിനെ പറ്റിയിട്ട്. ഏതായാലും ആട്ടെ, സബയിൻ്റെ പാരമ്പര്യത്തിൽ അമ്പിയാക്കളിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ലോകാവസാനം വരുന്ന അന്ത്യപ്രവാചകൻ നിങ്ങളുടെ നാട്ടിലാണ് ജനിക്കാൻ പോകുന്നത്. അത് അധികകാലം ഇനി താമസമില്ല, സമീപകാലത്ത് അത് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണവിശേഷങ്ങളും പ്രത്യേകതകളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മറ്റാരോടും ഇന്ന് വരെ ഞാൻ പുറത്തുവിടാത്തതും ഞങ്ങളുടെ രാജഖജനാവിൽ പാരമ്പര്യമായി ഭദ്രമായി ഞങ്ങൾ സൂക്ഷിക്കുന്നതുമായ ഇൽമിൽപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ മകന് ആ നബി ജനിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ മകന് ആയിരിക്കും ആ നബി ജനിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ മറ്റ് ജൂത പണ്ഡിതൻ പറഞ്ഞതുപോലെ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ബനൂ സുഹറയുമായിട്ട് ബന്ധമുണ്ടോ? വിവാഹം എന്താ ചോദിച്ചു. വിവാഹബന്ധം ഇപ്പം നിലവിലില്ലായിരുന്നു, എന്നാൽ നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബനൂ സുഹറയിൽ നിന്ന് വിവാഹം കഴിക്കണം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് തന്നെ ആ പ്രവാചകൻ ജനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ബനൂ സുഹറയിലാണ് ആ കുട്ടി ജനിക്കുക, അതുകൊണ്ട് ഉമ്മ ബനൂ സുഹറയിലായിരിക്കണം. എന്നിട്ട് യാത്ര അയച്ചപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയൊരു അസൂയില്ലായില്ല. എന്താ, എല്ലാവരെയും ബഹുമാനിച്ചു മാന്യമായി അവർക്ക് സമ്മാനങ്ങൾ കൊടുത്താണ്. പക്ഷെ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന് 10 ഇരട്ടി കൊടുത്തത് അവർക്ക് ചെറിയൊരു സൗന്ദര്യ അങ്ങനെ. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങളെ എനിക്ക് കുറേ അധികം സമ്മാനം തന്നത് കണ്ട് നിങ്ങൾ അസൂയപ്പെടണ്ട, അതിനേക്കാളൊക്കെ വലിയൊരു സമ്മാനം രഹസ്യമായിട്ട് മഹാരാജാവ് എനിക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പുറത്ത് പറയില്ലാറ്. അങ്ങനെ തിരിച്ചു വന്നു. ഇരിക്കട്ടെ, ഇങ്ങനെ ജൂതന്മാരിൽ നിന്നിട്ടും നസറാക്കളിൽ നിന്നിട്ടും അറേബ്യൻ പാരമ്പര്യത്തിൽ സബയിൻ്റെ ചരിത്രം മുതൽക്ക് വരുന്ന ചക്രവർത്തിമാരുടെ രഹസ്യവിവരം അനുസരിച്ചും ഒക്കെ നബിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ചുരുക്കട്ടെ, മഹാനായ അബ്ദുൽ മുത്തലിബ് നല്ല യുവാവായിരുന്ന, ഇതിൻ്റെയൊക്കെ കുറേ മുമ്പ്, സംഭവത്തിന് കുറേ മുമ്പ് നല്ല യുവാവായിരുന്ന കാലത്ത് ഇദ്ദേഹം ഒഴിവുള്ളപ്പോഴൊക്കെ ഹിജർ ഇസ്മായിൽ പോയിരിക്കും. ഓരപ്പാപ്പമാരുടെ സ്ഥലമാണല്ലോ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം മറവട്ട് കിടക്കുന്ന അവിടെയാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ ഹാജർ ബീവി മറവട്ട് കിടക്കുന്നത് അവിടെയാണ്, ഹിജർ ഇസ്മായിൽ. ഇപ്പം നമ്മളവിടെ കയറി നിസ്കരിക്കുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. ഹിജർ ഇസ്മായിൽ, ആ ഹിജർ ഇസ്മായിൽ ഇങ്ങനെ കിടന്നുറങ്ങുക ഒഴിവുള്ള സമയത്ത്. അങ്ങനെ കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നം കണ്ടു. എന്താണ്? കഅബ ഷരീഫിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു മരം ഇങ്ങനെ മുളച്ചുകൊണ്ട് വലുതായി വന്ന് വലിയൊരു വൻമരമായി മാറിയത് ആകാശം മുട്ടി നിൽക്കുന്നു. അതിൻ്റെ കൊമ്പും ചില്ലകളും ലോകത്തെ മുഴുവനും ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനത്തെ ഒരു മരം. ഓരോ ആളുകൾ ഓടി വരുന്നു, അതിൻ്റെ ചില്ലകളിൽ തൂങ്ങിപ്പിടിച്ച്
വെക്കുന്നു. കുറച്ചാളുകൾ ആ മരം മുറിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ സുമുഖനായ അതീവ സൗന്ദര്യത്തിൻ്റെ ഉടമയും വലിയൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയുമായിരിക്കുന്ന ഒരു യുവാവ് ഈ മരം മുറിക്കാൻ വരുന്നവരെ പിന്മാറ്റി അവരെ ആട്ടി പായിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ അബ്ദുൽ മുത്തലിബ് ഓടിച്ചെന്ന് ഇതിൻ്റെ ഒരു കമ്പ് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒറ്റ കമ്പ് പിടിക്കാൻ കിട്ടിയില്ല. അങ്ങനെ നിൽക്കെ മുമ്പ് ഒരു ബേജാറായിക്കുക, അതിന് കൊമ്പ് പിടിക്കാൻ കിട്ടിയില്ലല്ലോ എന്നുള്ളത് പെട്ടെന്ന് ഉണർന്നു. ആകെ ഫിക്കറായി, എന്താ അപ്പൊ ഇത്, എന്തോ ഒരു പ്രധാന കാരണമാണല്ലോ, അല്ലാതെ അങ്ങനെ ഹജറിൽ കടന്നുറങ്ങാണ് ഹാബത്തിനെ ചാരിയിട്ട് എന്തെങ്കിലും ഇവിടെ സ്വപ്നം കാണൂല. അങ്ങനെ ഒരു വലിയൊരു ജ്യോത്സ്യനെ സമീപിച്ച് വിവരം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബേജാറാവേണ്ട, സന്തോഷകരമായൊരു വാർത്തയാണ്. അഥവാ മക്ക ഷരീഫിൽ നിന്ന് ഒരു പ്രവാചകൻ ഉദയം ചെയ്യാൻ പോകുന്നുണ്ട്. അത് വാനമുട്ടോളം ഉയർന്ന് ലോകത്തിൽ മുഴുവനും പന്തലിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധികാരവും അദ്ദേഹം കൊണ്ടുവരുന്ന ദീനും ലോകത്തൊക്കെ പ്രചരിക്കും. എന്നാൽ ഈ മരം മുറിക്കാൻ വേണ്ടി പലരും ഓടി വന്ന് ശ്രമിക്കുന്നത് അദ്ദേഹം കൊണ്ടുവരുന്ന ആ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ പ്രതീകങ്ങളാണ്. അവരെ ആട്ടിയകറ്റുന്നത് ഈ അന്ത്യപ്രവാചകനാണ്, അടുത്ത് നിങ്ങൾ കണ്ട ആള്. എന്നാൽ എനിക്കെന്തേ കിട്ടാഞ്ഞ്, നിങ്ങൾ ആ പ്രവാചകൻ ഇവിടെ നിയോഗിതനാവുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് യാത്രയായിട്ടുണ്ടാവും. നിങ്ങൾക്കതിന് സമയം കിട്ടൂല. അതിന് മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ ശ്രമിക്കെങ്കിലും നിങ്ങൾക്ക് അതിന് പിടിക്കാൻ കഴിയാതിരുന്നത്. നിങ്ങൾ എത്തൂല അതിന് മുമ്പ്, അതിന് ശേഷമാണ്, നിങ്ങൾ പോയതിന് ശേഷം അത് വരുള്ളൂ. ഇപ്പോഴൊക്കെ മക്കയെ ബാധിച്ച വലിയൊരു പ്രശ്നമായിരുന്നു കുടിവെള്ള പ്രശ്നം, പ്രത്യേകിച്ച് ഹജ്ജ് സീസണുകൾ. ഇതിന് പരിഹാരത്തിനായി അറബികൾ സിഖായത്ത് സംവിധാനം ഖുസയ്യ മുതൽ ഉണ്ടാക്കി സംവിധാനിച്ച് വലിയ അധ്വാനവും ചെലവും നടത്തിക്കൊണ്ടാണ് അത് നടത്തിപ്പോന്നിരുന്നത്. ഇങ്ങനെ മറ്റൊരു ദിവസം ഇങ്ങനെ ഹിജ്റിൽ കിടന്നുറങ്ങുമ്പോൾ അബ്ദുൽ മുത്തലിബ് സ്വപ്നത്തിൽ കാണാം, മറ്റാർക്കും ലഭിക്കാതെ സുരക്ഷിതമായ മദ്ലൂന നിങ്ങൾ കുഴിക്കണം. എന്താണ് മദ്ലൂന എന്ന് വെച്ച് പിന്നൊന്നുമില്ല. പിറ്റേന്നും അതേ സ്ഥലത്ത് അവിടെ തന്നെ കിടന്നുറങ്ങി, അന്നും കണ്ടു. വീണ്ടും പറഞ്ഞു, പാരമ്പര്യത്തിനെ കുഴിച്ചെടുക്കണം എന്ന് പറഞ്ഞു. എന്താണത് ചോദിച്ചു, മറുപടി ഇല്ല. മൂന്നാം ദിവസം വീണ്ടും അതേ സ്ഥലത്ത് നടന്നുറങ്ങി, ബർറത്തിനെ കുഴിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ബദ്റത്ത് ചോദിച്ചു, അന്നൊന്നുമില്ല. നാലാം ദിവസം വീണ്ടും അവിടെ നടന്നു. ഒരാൾ നേരിൽ വന്ന് പറയുന്നതായി സ്വപ്നത്തിൽ കണ്ടു. മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ തിരുശേഷിപ്പാവുന്ന മക്കയെ മുഴുവനും സുഭിക്ഷമാക്കിയിരുന്ന സംസം കിണർ 500 ചില്ലാനം കൊല്ലം മുമ്പ്, മറ്റൊരഭിപ്രായത്തിൽ 800 ചില്ലാനം കൊല്ലം മുമ്പ് ജുർഹുമുകാരെ ഹുസാത്തുകാരെ ആട്ടിയോടിച്ച സമയത്ത് ജുർഹുമുകാർ നിക്ഷേപങ്ങളൊക്കെ അതിലിട്ട് മൂടി അടയാളം വെക്കാത്ത നിലക്ക്, തിരിച്ചറിയാത്ത നിലക്ക് മൂടിക്കളയുകയും അവർ നാടുവിടുകയും ചെയ്തു. അങ്ങനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത ആ പുണ്യജലം അത് നഷ്ടപ്പെട്ടിരുന്നു. അത് കുഴിക്കാനാണ് നിങ്ങളോട് കൽപ്പന. അവിടെ ഞാൻ കുഴിക്കാൻ അങ്ങനെ അടയാളം ഉണ്ടാവും. നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗത്ത് കാക്ക അറുത്ത ഒരു മാടിൻ്റെ കുടൽമാല കൊത്തി ഒരിക്കുന്നത് കാണാം. ഒന്നുകൂടി അടുത്ത് ചെന്നാൽ അടിയിൽ നിന്നിട്ട് ഉറുമ്പ് ഇങ്ങനെ മണ്ണ് പൊക്കുന്നത് കാണാം. ആ സ്ഥലം കണ്ടാൽ അവിടെ കുഴിച്ചാൽ മതി. അന്ന് യുവാവാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന് ഹാരിസ് എന്ന മൂത്ത പുത്രൻ മാത്രമേ ഉള്ളൂ. വേറെ മക്കളൊന്നും ആൺകുട്ടികൾ അക്കാലത്തില്ല. അങ്ങനെ ഇദ്ദേഹം ചെയ്യുന്ന രാവിലെ കൃത്യമായിട്ട് അറിഞ്ഞല്ലോ, പിക്കാസും കൈക്കോട്ടും കൊട്ടയുമായി ബാപ്പയും മകനും കൂടി വന്നു. ആരോടും ഒന്നും ആലോചിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കഅബ ഷരീഫിൻ്റെ ഭരണവും മേൽനോട്ടവും ഖുസയ്യ മുഗലിനെ പൊന്നത് ഇപ്പോൾ അബ്ദുൽ മുത്തലിബിലാണ്. അതുകൊണ്ട് ഭരണാധികാരിയാണ്, കഅബ ഷരീഫിൻ്റെ കൈകാര്യക്കാരനാണ്. മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കുഴിക്കാൻ തുടങ്ങി.
തുടങ്ങുമ്പോൾ അറബികളൊക്കെ എല്ലാ ഗോത്രക്കാരും വന്ന് പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? നമ്മളെ പള്ളിയിൽ എന്താ കൊണ്ടുത്തുക? നിങ്ങൾക്ക് എന്താ കാറ്റായ? നമ്മൾ ഒരുമിച്ച് കൊടുത്ത പള്ളിയല്ലേ, പള്ളിയിൽ കിണറുത്തുക എന്താ പണി? അതൊന്നുമില്ല, എനിക്ക് കൽപ്പനയാണ്. എന്ത് കൽപ്പന? പള്ളിയിലാ? അതെ, ഞാൻ കൽപ്പന പ്രകാരം ചെയ്യാണ്. അങ്ങനെ കുഴിക്കാൻ തുടങ്ങി ബാപ്പിമാവനും കൂടി. കുറച്ച് സമയം കഴിഞ്ഞു, മോളുകൾ നീക്കി ഒരു കോലായെത്തിയ പോക്ക് പഴയ കിണറിൻ്റെ അടയാളം കാണാൻ തുടങ്ങി. പഴയ കിണറിൻ്റെ അടയാളം കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാ ഗോത്രങ്ങളും കുറേശ്ശെ ഗോത്രങ്ങളൊക്കെ ഓടിയെടുത്ത്. അങ്ങനെ പറ്റൂല, അങ്ങ് ഒറ്റയ്ക്ക് അത് പറ്റൂല. അത് നമ്മളെ ഉപ്പാപ്പ എന്ന ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ തിരുശേഷിപ്പാണ്, അതിന് ഞങ്ങൾക്കും അവകാശം വേണം, നിങ്ങൾ ഒറ്റയ്ക്ക് പറ്റൂല. ഇവർ പറഞ്ഞു ഞാൻ സമ്മതിക്കൂല, എന്നോടാ കൽപ്പന, അത് എൻ്റെ അവകാശമാണ്, നിങ്ങളെ തൊടാൻ പറ്റൂല. തർക്കായി അതൊരു വലിയ ശണ്ടയുടെ വക്കിലെത്തി. പ്രശ്നം ഗുരുതരമാകുമെന്ന് കണ്ടപ്പോൾ മുതിർന്ന പ്രായമുള്ള ആളുകൾ ഇടപെട്ട്, അന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന സമ്പ്രദായ കാലത്ത്. എന്നാൽ നമ്മൾ ഷാമിലെ അദ്രഹാത്തിലുണ്ട് പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യൻ. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മൾ അവിടെ പോകാറുണ്ട്. എല്ലാവരും സമ്മതിച്ചു. ജ്യോത്സ്യന്മാർ പറഞ്ഞ ഒരു മതകാര്യം പോലെ അക്കാലത്ത്. അങ്ങനെ അബ്ദുൽ മുത്തലിബും പ്രധാന ഗോത്രത്തിലെ ഓരോ ഗോത്രത്തിലെയും ഒരു തലവന്മാർ വീതം ഒരു സംഘം ഷാമിലേക്ക് പുറപ്പെട്ടു. അപ്പോഴും നേതാവ് അബ്ദുൽ മുത്തലിബിനെ, അതിലാർക്കും തർക്കമൊന്നുമില്ല. അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഈ സംഘം കുറേ അങ്ങ് പോയി, ജനവാസമുള്ള സ്ഥലം കഴിഞ്ഞു. വിജനമായ നീണ്ടു പരന്നു കിടക്കുന്ന മണൽപ്പരപ്പുള്ള മരുപ്രദേശത്തെത്തിയപ്പോഴേക്ക് കയ്യിൽ കരുതിയിരുന്ന വെള്ളം മുഴുവനും അവസാനിച്ചു. നോക്കെത്തുന്ന ദൂരത്തിൽ മനുഷ്യവാസത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ യാതൊരു ലക്ഷണവും കാണാനില്ല. ദാഹിച്ച് വലഞ്ഞ് മരിച്ചു പോകുമെന്ന ഘട്ടമെത്തിയപ്പോൾ ഇവർ പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും പോലെ. മുമ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഏതായാലും മരിക്കും ഉറപ്പ്, വെള്ളം കിട്ടാതെ തൊണ്ട പറ്റി മരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ ദാഹിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ആഫിയത്തുണ്ട്, മണൽ പ്രദേശമാണല്ലോ. നമ്മൾ ഓരോരുത്തരുടെ എണ്ണം കണ്ടിട്ട് ഖബർ വയ്ക്കുക. അപ്പോൾ ഉള്ള ആരോഗ്യമുണ്ട്, ഏതായാലും വെള്ളം കിട്ടാതെ മരിക്കും. മരിക്കണതിന് മുമ്പ് ആദ്യം മരിക്കണവനെ ബാക്കിയുള്ളവർ ആ കുയ്യ് ഇട്ട് കാണാൻ മണ്ണിട്ടാൽ ലാസ്റ്റ് ഒരാളതല്ലേ മയ്യത്ത് പുറത്തെടുക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി മരിച്ച് ഈ പ്രദേശത്ത് മയ്യത്ത് ഇങ്ങനെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് ഖുറൈശി ഗോത്രത്തിന് തന്നെ അയ്പല്ലേ. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ വെയ്ക്കും പോലെ ആ മണലിൽ എല്ലാവരും ഖബർ വെച്ചു. ഒന്നുമില്ല, ഖബർ വെച്ച് ഇങ്ങനെ ഇരിക്കുക. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നപ്പം പറഞ്ഞു, പറ്റ അവശരായിരുന്നു, ദാഹിച്ച് വരഞ്ഞ് എല്ലാവരും അവശരായിരുന്നു. എന്നാലും അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇതൊരു ബുദ്ധിയല്ലല്ലോ. അതിൻ്റെ നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നമ്മളെല്ലാവരും വെയ്ക്കും പോലെ ഒട്ടകപ്പുറത്ത് കയറുക, അങ്ങോട്ട് പരിശോധിക്കുക, എവിടെയെങ്കിലും വെള്ളം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, കിട്ടിയിട്ടില്ലെങ്കിൽ വീണ് മരിച്ചോട്ടെ, എന്നാലും നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമില്ലേ? ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. എല്ലാവരും ഒട്ടകത്തെ ഒരുക്കി കെട്ടിയ കെട്ടഴിച്ച് ഒട്ടകങ്ങൾ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ്, യാത്ര പോയിട്ടില്ല, എഴുന്നേറ്റ് നിന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകം ചവിട്ടിയ കാലെടുക്കുമ്പം വെള്ളം കിട്ടി. ഒരു തുള്ളി വെള്ളമില്ലാത്ത ഈ മരുപ്രദേശത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകം കാലെടുത്തപ്പോൾ കാലെടുത്ത ആ സ്ഥലത്ത് നിന്ന് വെള്ളം മുറവയായി പൊട്ടി വന്നു. ശുദ്ധമായ വെള്ളം ഇഷ്ടം പോലെ കുടിച്ചു, മൃഗങ്ങൾക്ക് ഓടിപ്പിച്ചു. മാത്രമല്ല അവരുടെ പാത്രങ്ങളിലൊക്കെ നിറയെ വെള്ളം ശേഖരിച്ചു. അപ്പം പിന്നെ ബാക്കി എല്ലാവരും പറഞ്ഞു, നമുക്ക് ഇനി അതിരേത്തക്കും പോകണ്ട, അതുപോലെ തന്നെ കാഹിനിൻ്റെ അഭിപ്രായം കിട്ടണ്ട, വെള്ളം കിട്ടാതെ മരിക്കാൻ പോകുന്ന ഈ മരുഭൂമിയിൽ നിങ്ങളെ ഒട്ടകത്തിൻ്റെ കാലിൻ്റെ ഒട്ടുന്നാണല്ലോ അള്ളാഹുത്തേല നമുക്ക് വെള്ളം തന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുത്തേല പ്രത്യേകം തന്നതായിരിക്കാം സംസം, നിങ്ങളെടുത്തോളി, ഞങ്ങൾ തർക്കിക്കൂലായിരുന്നു. അവിടെ നിങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ വന്നു. ആ സമയത്ത് കിണർ പൂർത്തിയായി. കിണർ കുറച്ചുകൂടി അവിടെ എത്തി നോക്കുമ്പോൾ ആദ്യം കിട്ടി സ്വർണം കൊണ്ടുള്ള 2 മാന് കണ്ടാരോ എഴുതി കൊടുത്താൽ കിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞ സംസത്തിൻ്റെ അധികാരം ഇങ്ങൾക്കുള്ളൂ, സ്വത്തിൻ്റെ അധികാരം അങ്ങനെ പറയാൻ പറ്റൂല, അത് നമുക്കും അവകാശം വേണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വാള്, സ്വർണം പൂശിയ പണ്ടത്തെ വാള്, വെള്ളി പൂശിയ വാള്, ഇങ്ങനെ പലതും എല്ലാം കിട്ടി. ഇതിലൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താക്കുക, അന്ന് മറ്റേ
ഈ അസ്ലാമുണ്ട്. അസ്ലാം പറഞ്ഞാൽ പണ്ട് അമ്രുബ്നു ലുഹയ്യ് കൊണ്ടുവന്ന് വെച്ച ഹുബിൽ പറഞ്ഞിട്ടൊരു ബിംബുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ഹുബിലിൻ്റെ അടുത്തൊരു ചെണ്ടയും ഒരു ചെണ്ടക്കാരനുണ്ട്. എന്നിട്ട് ഒരു ആവനാഴിയുണ്ട്. ആ ആവനാഴിയിൽ കുറേ അമ്പുണ്ടാവും. ഈ അമ്പുമ്മൽ എഴുതും. എന്താണെന്ന് വെച്ചാൽ ആ എഴുതിയിട്ട് ഇവിടെ ഓൽക്കൊരു പൂജയ്ക്ക് നടത്തി ചെണ്ട മുട്ടിയിട്ട് ഇതിൽ നിന്ന് അമ്പെടുക്കുക. ആ അമ്പ് പറയുന്നത് എന്താ സ്വീകരിക്കും. അങ്ങനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യുക, അസ്ലാം കൊണ്ടിട്ട് പ്രശ്നം പരിഹരിക്കാം. 2 എനിക്ക്, അത് വെള്ള നിറത്തിൽ, 2 കായപ്പത്തിന്, അത് ചുവപ്പ് നിറത്തിൽ, 2 നിങ്ങൾക്ക്, അത് കറുപ്പ് നിറത്തിൽ. ആരതാ കിട്ടുന്നവർക്ക് ചെയ്യാറ്. അങ്ങനെ ആദ്യം നറുക്കെടുത്തപ്പോൾ അബ്ദുൽ മുത്തലിബിന് വെള്ള കിട്ടി. അപ്പം അതിൽ നിന്ന് സ്വർണത്തിൻ്റെ ആ മാനുകൾ 2 മൂപ്പരെടുത്തു. പിന്നെ എടുത്തപ്പോഴോ ആയുധങ്ങളാണ്. അതിൽ വെള്ളിയുള്ളതുണ്ട്, പൊന്നുള്ളതുണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട്. അത് കായപ്പത്തിനോ ചുവപ്പിനോ കിട്ടി. ഇവരെ കറുപ്പിനൊന്നും കിട്ടിയില്ല. മൂപ്പരെന്താക്കി, കായപ്പത്തിനുള്ളതും മൂപ്പർക്കുള്ളതും ഒന്നിച്ച് ഒരുക്കി പ്ലേറ്റാക്കിയിട്ട് കഅബ ഷരീഫിൻ്റെ വാതിൽ സ്വർണം അടിച്ചു. അങ്ങനെ കഅബ ഷരീഫിൻ്റെ വാതിലിൽ സ്വർണ്ണ പ്ലേറ്റ് അടിച്ചത് ആദ്യം അബ്ദുൽ മുത്തലിബ് തങ്ങളാണ്. ഈ സമയത്ത് തുടക്കത്തിൽ ഈ തർക്കമായ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് പറഞ്ഞിരുന്നു, പടച്ചോനെ, ഒരു കുട്ടി മാത്രമാണല്ലോ എനിക്കിപ്പോൾ സഹായിക്കാണ്ടായത്, അതുകൊണ്ടാണല്ലോ ഇവരിപ്പോൾ ഈ ധൈര്യം കാട്ടിയത്. ആ സ്ഥാനത്ത് എനിക്കൊരു 10 മക്കൾ ആൺകുട്ടികൾ ഉണ്ടാവുകയും അവർ ശത്രുക്കളിൽ നിന്നിട്ട് എന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നീ എനിക്ക് തന്നാൽ പടച്ചോനെ, ഉപ്പാപ്പ ചെയ്തതുപോലെ അതിൽപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ നിന്റെ കഅബത്തിന് ഹദിയാക്കിയിട്ട് ബലിയർക്കും. ഒറ്റ മകനുള്ളൂ. അപ്പോഴാണല്ലോ ഈ പ്രശ്നം കുലുമാലൊക്കെ ഉണ്ടായത്. നേരത്തെ തന്നെ 10 മക്കൾ ഒന്നിച്ചിറങ്ങാണെങ്കിൽ ആരും വരൂല. അങ്ങനെ പറഞ്ഞു പോയതാ. പിന്നെ 35 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരിക്കൽ കിടന്നുറങ്ങുമ്പോൾ ഇതേ ഹജറിൽ വെച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം, നിങ്ങൾ അല്ലാഹു തആലയോട് ചെയ്ത നേർച്ച പാലിക്കണം. അപ്പോഴാണ് ഞെട്ടിയുള്ളത്. ഓർമ്മ വിട്ടുവേണ്. ഈ 35 കൊല്ലം കഴിഞ്ഞ പോക്ക് 10ാമത്തെ മകൻ അബ്ദുള്ളക്ക് പ്രായപൂർത്തിയെത്തി. 10ാമത്തെ മകൻ അബ്ദുള്ളക്ക് പ്രായപൂർത്തിയെത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ മേലെ. പിന്നെ അതിൻ്റെ ശേഷം ഉണ്ടായതാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹു. അത് വേറെ. അപ്പൊ 10 ആള് അബ്ദുള്ള എന്നവരിലൂടെ പൂർത്തിയായി. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും ഇളയ പുത്രയെ തന്നെയാണ് ബലി അറുത്തത് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഇളയ പുത്രൻ ഹംസ റളിയല്ലാഹു അൻഹു. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് ആരുള്ളത്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളെക്കാൾ 2 വയസ്സേറെ ഉള്ളൂ ആർക്ക്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളുടെ അതേ പ്രായക്കാരനാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു. അപ്പം ഇളയ മകൻ എന്ന് പറയാൻ പറ്റുമല്ലോ. പക്ഷെ അന്നുണ്ടായിരുന്ന ഏറ്റവും ചെറിയ മകനാ. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ പെൺകുട്ടികളുണ്ട്. 10 ആമക്കളുണ്ടായതിൻ്റെ ശേഷം 6 പെൺകുട്ടികളുണ്ട്. ഈ 6 പെൺകുട്ടികളും കഴിഞ്ഞിട്ട് ഒടുവിലത്തെ കുട്ടികളാണ് ഇവർ 2 ആളും. ഹംസ റളിയല്ലാഹു തആല അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് പിൽക്കാലത്തുണ്ടായതാണ്. ആട്ടെ, അങ്ങനെ സ്വപ്നം കണ്ടു. പിറ്റേന്ന് മക്കളെ 10 ആളെയും അടുത്ത് വിളിച്ചു. മക്കളൊക്കെ ഇസ്മായിലിബിൻ്റെ അതേ സ്വഭാവമുള്ള മക്കൾ തന്നെ. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, വാപ്പ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോടൊരു നേർച്ച പറഞ്ഞിട്ടുണ്ട്. 10 മക്കൾ തികയുകയും അവർ എന്നെ ശത്രുക്കളിൽ നിന്ന് തടയാനുള്ള പ്രായം എത്തുകയും ചെയ്താൽ ഒരാളെ ഞാൻ ബലിയർക്കും എന്ന് നേർച്ചയാക്കിയിരുന്നു. ഇപ്പോൾ സ്വപ്ന മുഖേന അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെ അഭിപ്രായം എന്താണ്? 10 ആളും പറഞ്ഞു, ഞങ്ങൾ സന്നദ്ധരാണ്. പാക്ക് എന്തും ചെയ്യാ. അള്ളാഹുവിനോട് അങ്ങനെ ഒരു നേർച്ച ഉപ്പ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കട്ടെ. എല്ലാവരും സന്നദ്ധരാ. പിന്നെ എന്താ കട്ടുക? അപ്പം പണ്ടത്തെ പരിഹാരം തന്നെ. മൂപ്പര് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നമ്മൾ അസ്ലാം എടുത്ത് നോക്കുക, നറുക്കെടുപ്പ്. 10 ആളെയും പേരെഴുതി. കുട്ടികളെ കൂട്ടത്തിൽ നേരത്തെ പാരമ്പര്യമായി ഉണ്ടാവുന്ന ആ സൗന്ദര്യവും ആ വ്യക്തിത്വവും ആ പ്രത്യേകതയും ഒക്കെ ഒത്ത ചെറിയ കുട്ടി എടുത്തത്.
കുട്ടിനോട് എന്തൊന്നില്ലാത്തൊരു പ്രത്യേക ബഹുമാനവും സ്നേഹവും ഉപ്പാപ്പാക്കുണ്ട്. കാരണം മൂപ്പർക്ക് നേരത്തെ പല ഇൽമുകളും ഉണ്ട്. ഇങ്ങനെ വരും, എൻ്റെ മകനായിട്ട് അല്ലെങ്കിൽ മകൻ്റെ മകനായിട്ട് വരും. മകൻ്റെ മകനായിട്ട് അന്ത്യപ്രവാചകൻ വരികയാണെങ്കിൽ എൻ്റെ അബ്ദുള്ളൻ്റെ കുട്ടിയാവുള്ളൂ എന്ന് മൂപ്പർക്കും അറിയാം. അപ്പം മൂപ്പരെടുക്കൽ ബാക്കി 9 ആളായാലും വേണ്ടിയില്ല, അബ്ദുള്ള എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് കിട്ടിയാൽ മതി. പക്ഷേ പറയാൻ വയ്യല്ലോ, 10 ആളും സന്നദ്ധരുമാണ്. നറുക്ക് കിട്ടു, അള്ളാഹുവിൻ്റെ ഖളാ എന്ന് പറയാ, നറുക്ക് കിട്ടിയത് അബ്ദുള്ള നറുക്ക്. അവരൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ചതിൻ്റെ രീതി മനസ്സിലാക്കണം. ആ നറുക്ക് കിട്ടിയ ഉടനെ പിന്നെ 2 വട്ടം ആലോചിക്കാൻ നിന്നില്ല. ഒരു കത്തിയെടുത്ത് കുട്ടിനെയും കൈപിടിച്ച് നേരെ പോകുന്നു. അവരന്ന് അടക്കുക ഇസാഫിനായിരത്തിൻ്റെ ഇടയിലുള്ള മധ്യത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ബലി അറക്കലെന്നൊക്കെ. അറക്കാൻ വേണ്ടി കൊണ്ടുപോയി കുട്ടിനെ അറക്കാൻ വേണ്ടി കിടത്തി. അപ്പോഴേക്ക് മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ തടിച്ചുകൂടിയ ഗോത്രത്തലവന്മാരെല്ലാം ഓടി വന്നു. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മാവന്മാർ ബനൂസൂറക്കാർ പണ്ട് വന്നിട്ട്, ബനൂസൂറല്ല, ഇവരെ കുടുംബക്കാർ വന്നിട്ട് എല്ലാ കുറച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നു ചോദിച്ചു. ഞാനിങ്ങനെ നേർച്ചയാക്കിയതാണ്. ആ നേർച്ചയിൽ നറുക്കിട്ടിട്ട് ഇവനെ ഇട്ട് അതിൽ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലെ നേതാവാണ്, നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ജനങ്ങൾ ദീനായി ആചരിക്കും. നിങ്ങളൊരു കുഞ്ഞിനെ നിങ്ങൾ ഇന്നിവിടെ അർത്താൽ നാളെ ഓരോ ഗോത്രത്തലവന്മാരും അവരുടെ മക്കളെ അറക്കാൻ തുടങ്ങും. അങ്ങനെ അറക്കാൻ തുടങ്ങിയാൽ സാധാരണക്കാർ നേതാക്കന്മാരെ പിന്തുടരും. അങ്ങനെ വന്നാൽ ഇവിടെ മക്കളുണ്ടാവുമോ, നാട് നിലക്കോ, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതിന് മുമ്പ് പറഞ്ഞു, എനിക്ക് നിവൃത്തിയൊന്നുമില്ല, ഞാൻ അങ്ങനെ നേർച്ചയാക്കിയതാണ്. എന്തായാലും പറ്റൂല. തർക്കായി, ബഹളായി. അങ്ങനെ മൂത്ത സഹോദരൻ അബൂ ത്വാലിബ് പറഞ്ഞു, അബ്ദുള്ള എന്നവരുടെ നേരമ്യം ബാപ്പിയൊത്ത സഹോദരനാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് പറഞ്ഞു, നിങ്ങൾ ഈ വയസ്സുകാലത്ത് വേണ്ടാത്ത അതും പറഞ്ഞാലേ നമ്മളൊക്കെ കൈക്കല്ലിന് വിലയുള്ള സമയത്ത് നിങ്ങളാ കത്തിയ വെക്കൂല എന്ന് പറയും. കിടത്തിയോടത്തുനിന്ന് കുട്ടിനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഭയങ്കര പൊറുതിയേടായി. നേർച്ച പൊട്ടിയാൻ കഴിഞ്ഞല്ലോ. അതിൽ പറഞ്ഞതിന് പണിയുണ്ട്. നമ്മൾ മദീനത്തുണ്ട് പ്രസിദ്ധയായ ഒരു ജ്യോത്സ്യ പെണ്ണാണ്, ഒരു കാഹിനത്ത്. അവിടെ പോയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക. അത് പറഞ്ഞാൽ പിന്നെ ആർക്കും തർക്കമില്ല. അങ്ങനെ ഈ ഗോത്രത്തലവന്മാരെല്ലാവരും അബ്ദുൽ മുത്തലിബ് ഉൾപ്പെടെ ചെന്നിട്ട് ഇവരോട് വിവരം പറഞ്ഞു. വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ വൈകുന്നേരമാണ്, ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല, രാത്രിയാണ് ജിന്ന് വരിക. വരുന്ന സമയത്ത് ഞാൻ അവരോട് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെ വരി, അപ്പോൾ അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ജിന്നിൽ നിന്നിട്ട് കിട്ടും. ഞാൻ എനിക്കറിയുന്നത് പറയാനല്ല, ജിന്ന് പറഞ്ഞല്ലാണ്. അങ്ങനെ ഇവർ വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ ചെന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, പ്രശ്നമില്ല, പരിഹാരമായിട്ടുണ്ട്, നിങ്ങളെ വിഷയത്തിന് പരിഹാരം കിട്ടിയിട്ടുണ്ട്. എന്താ, ഇന്നലെ എൻ്റെ താബി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും അവിടെ നറുക്കിടണം. എന്താണ്? ഒരു നറുക്കിൽ നിങ്ങളുടെ മകൻ അബ്ദുള്ളയുടെ പേരെഴുതുക. എന്നിട്ട് നിങ്ങൾ ഒരാളെ കൊന്നാൽ അതിന് പകരം ദിയ കൊടുക്കൽ എത്രയായിരുന്നു ചോദിച്ചു. അന്ന് 10 ഉള്ളൂ, 10 ഒട്ടകമായിരുന്നു. എന്നാൽ നിങ്ങൾ ഒരു ദിയത്താവുന്ന 10 ഒട്ടകത്തിന് ഒരു നറുക്ക് വെക്കണം. നിങ്ങളെ മോനെ അബ്ദുള്ളക്ക് ഒരു നറുക്കും. എന്നിട്ട് അബ്ദുള്ളാൻ്റെ പേര് കിട്ടിയാൽ വീണ്ടും 10 കൂട്ടണം. എന്നിട്ട് അബ്ദുള്ളാനെ കൂട്ടിയാൽ വീണ്ടും 10 കൂട്ടണം. അങ്ങനെ കൂട്ടി 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 എപ്പോഴാണോ അബ്ദുള്ള എൻ്റെ പേര് മാറ്റിയിട്ട് നാക്കത്തിലേക്ക് വരുന്നു, അവിടെ നിർത്തിക്കോളാം. അതർത്താ മതി, നിങ്ങളെ റബ്ബ് തൃപ്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളാണ്. സമാധാനമല്ലോ. ആരാ അബ്ദുൽ മുത്തലിബിന് ഒട്ടകം എന്ന് പറഞ്ഞാൽ വർത്താനല്ല. പണ്ട് അബറത്ത് വന്ന സമയത്ത് ഒരു മൈതാനിന് മേയുന്നോർത്ത് 200 പിടിച്ചുണ്ടായത്. അബറത്തിൻ്റെ കഥയിൽപ്പെട്ടാണ്. 200 ഒട്ടകം ഒരു മൈതാനിയിൽ മേയുന്നുണ്ടെങ്കിൽ പിന്നെ മൂപ്പർക്ക് പഞ്ഞെന്താ 10ഓ 20ഓ ആൾ തന്നെ ദിയ കൊടുക്കേണ്ടി വന്നാലും 200 വരുള്ളൂ, പ്രശ്നമില്ല. അങ്ങനെ പോയി തിരിച്ചു ചെന്ന് പറഞ്ഞേക്കന്നെ 10 ഒട്ടകം ഒരു നറുക്കിൽ, അബ്ദുള്ള ഒരു നറുക്കിൽ. ഇവർ പൂജാവിധി പ്രകാരം കൊട്ടലും മുട്ടലും ഒക്കെ കഴിഞ്ഞ് നറുക്കെടുത്ത് അബ്ദുള്ള. രണ്ടാമത് വീണ്ടും നറുക്കിട്ടു, 20 ആക്കി, അപ്പോഴും കിട്ടി അബ്ദുള്ള. 30 ആക്കി, അപ്പോഴും കിട്ടി അബ്ദുള്ള. 40 ആക്കി, 50 ആക്കി, 60 ആക്കി, 70 ആക്കി, 80 ആക്കി, 90 ആക്കി. 90 ആക്കിയിട്ടും പിന്നെയും കിട്ടും അബ്ദുള്ള. ഇവർക്കൊക്കെ ബേജാറായി, പടച്ചോനെ എന്താ തീരുമാനമാണില്ലല്ലോ. അബ്ദുൽ മുത്തലിബ് അപ്പോഴൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
10ാമത്തെ പ്രാവശ്യം നറുക്കിട്ട് 100 ഒട്ടകം. അതാ കിട്ടുന്ന ഒട്ടകത്തിൻ്റെ നറുക്ക്. എല്ലാവരും സന്തോഷായി തക്ബീർ ചൊല്ലി. പക്ഷേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ന്യായമല്ല. 9 വട്ടവും ഒട്ടവും കിട്ടി എത്തില്ലല്ലോ. അബ്ദുള്ള എത്തി ഒറ്റ പ്രാവശ്യം അബ്ദുള്ളന്ന് കിട്ടുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ഒട്ടകം കിട്ടുമ്പോൾ ഒട്ടകം ഇറക്കാൻ പറ്റൂല. 2ാമത് 3 വട്ടം ഇറക്കിടണം എന്ന് പറയും. ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 പ്രാവശ്യം ഒട്ടകത്തിൻ്റെ നറുക്ക് കിട്ടിയപ്പോൾ സമാധാനമായി. മകൻ രക്ഷപ്പെട്ടും ചെയ്തു. ഈ ഒട്ടകങ്ങളെ അറുത്തിട്ട് എല്ലാവർക്കും വെറുതെയാണ് സൗജന്യം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോകാം. നാക്കാലികളും മൃഗങ്ങളും അന്നൊക്കെ അറമ്പിലൊക്കെ ധാരാളം പിടിമൃഗങ്ങളും മറ്റുള്ള കാലാണ്. ഏത് ജീവി വന്ന് തിന്നാലും ആരെയും തടയാൻ പാടില്ല. അങ്ങനെ ഈ 100 ഒട്ടകത്തെയും അറുത്ത് സദക്കയായിട്ട് പൊതുവെ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉൾപ്പെടെ ഉപയോഗിക്കാവുന്ന നിലക്ക് അന്ന് മുതൽക്ക് അറബികൾ ഒരാൾക്ക് 10 ഒട്ടകം ദിയ എന്ന നിയമം മാറ്റി 100 ഒട്ടകം എന്ന് പുനഃസ്ഥാപിച്ചത് ഈ സംഭവത്തിലാണ്. പിന്നീട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വരികയും ഇസ്ലാമിൻ്റെ നിയമങ്ങളും നടപടികളും ഖുർആനിൽ വരികയും ചെയ്ത സമയത്ത് ഖുർആനു ഷരീഫും ഒരാളെ കൊന്നതിന് 100 ഒട്ടകം എന്നുള്ള നിയമം ശരിവെക്കുകയും ഇസ്ലാം ശരീഅത്തിൽ അത് ഇന്നും നിലനിൽക്കുകയും ചെയ്തു. അതിൻ്റെ തുടക്കം ഇവിടെയാണ്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ കുട്ടിക്ക് ഏതായാലും പ്രായപൂർത്തി എത്തിയാണ്. ഇപ്പോൾ മരണത്തിൽ നിന്നിട്ട് അല്ലാഹു തആല വഫദൈനാഹു ബിദിബ്ഹിൻ അളീം എന്ന് പറഞ്ഞതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലിമൃഗത്തെ കൊടുത്തുകൊണ്ട് മോചിപ്പിച്ചതുപോലെ അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരാടാണ്. പണ്ട് ഹാബീലും കാബീലും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പം പരിഹാരത്തിന് ഖുർബാൻ ചെയ്യാൻ വാപ്പ കൽപ്പിച്ചതനുസരിച്ച് ഹാബീൽ കൊടുത്ത ഖുർബാനാവുന്ന കൂറ്റനാട് അള്ളാഹു സംരക്ഷിക്കുകയും അതിനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ഫിദിയായിട്ട് അള്ളാഹു ഇറക്കി കൊടുത്തതുമാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നേരിട്ട് തന്നെ അബ്ദുൽ മുത്തലിബ് തൻ്റെ കയ്യിൽ നിന്നും 100 ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തുകൊണ്ട് മകനെ മോചിപ്പിച്ചു. ഇനി കാത്തിരിക്കണ്ട എന്ന നിലക്ക് നേരത്തെ തന്നെ സൂചനയുണ്ടല്ലോ. എന്ത്? ഒരു ബനു സുഹ്റയിൽ നിന്ന് വിവാഹം കഴിക്കണം. അപ്പോൾ മൂപ്പര് ബനു സുഹ്റയിൽ നിന്ന് വിവാഹം കഴിച്ചു. കൂട്ടത്തിൽ മകനോടും വിവാഹിക്കുക. അങ്ങനെ ചെന്നു. അന്നത്തെ ബനു സുഹ്റയുടെ 2 നേതാക്കന്മാരാണ്. ഒന്ന് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പിതാവാവുന്ന വഹബും അദ്ദേഹത്തിന് അനുജനാവുന്ന വുഹൈബും. വഹബ് അന്നില്ല, വുഹൈബുള്ളത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് തങ്ങൾ വുഹൈബിൻ്റെ മകളെ കല്യാണം കഴിച്ചു. മകൻ അബ്ദുള്ള എന്നവർ വഹബിൻ്റെ മകളെയും കല്യാണം കഴിച്ചു. രണ്ടും ഒരു ദോസ. ഈ വിവാഹത്തിന് വേണ്ടി പോകുന്ന വഴിയിൽ എല്ലാവർക്കും അറിയാം, നാട് മുഴുവൻ പ്രസിദ്ധമാണ്, 100 ഒട്ടകത്തെ അറുത്ത് ബലിയാക്കിക്കൊണ്ടാണ് മകൻ മോചിപ്പിച്ചത്. വർഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം തൗറാത്തും ഇഞ്ചീലും പഠിച്ച് അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ തന്നെ പഠിച്ച് അതിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷ ചെയ്യുന്ന യോഗ്യനായ ഒരു സത്യവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് തൗറാത്ത് ഇഞ്ചീലിലെ വിവരം കേട്ട് പഠിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്നൊരു യുവതി നല്ല കുലീനയാണ്, ഉയർന്ന തറവാടിയാണ്, നല്ല സുന്ദരിയാണ്, നല്ല ചിട്ടയും അച്ചടക്കമുള്ള സ്ത്രീയാണ്. പക്ഷേ ഈ കേട്ട വിവരമനുസരിച്ച് അബ്ദുള്ളയെ കണ്ടാൽ ഈ പ്രവാചകൻ വരേണ്ടത് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ഈ ഫാത്തിമ എന്ന സ്ത്രീ പോകുന്ന വഴിയിൽ അബ്ദുള്ളയെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുള്ള, നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ഉപ്പ 100 ഒട്ടകത്തെയാണ് ദിയത്തായി കൊടുത്ത് അത് ഹദിയായി അറുത്തത്. ആ 100 ഒട്ടകം ഞാൻ എൻ്റെ വക നിങ്ങൾക്ക് തരാം. ഒറ്റ ഡിമാൻഡ്, നിങ്ങൾ ഞാനുമായി
ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. വേറെ ഒന്നും വേണ്ട. എന്നെ കെട്ടണ്ട, എന്നെ ഭാര്യയാക്കി കൊണ്ടുനടക്കണ്ട, ഒന്നും വേണ്ട. ഒറ്റൊരു പ്രാവശ്യം ഞാനുമായി ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ 100 ഒട്ടകം നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പൊ അബ്ദുള്ള എന്നവർ പറഞ്ഞെന്താണോ, അമ്മൽ ഹറാമു ഫൽമമാതു ദൂനഹു വൽഹില്ലു ലാ ഹില്ല ഫഅസ്തബീനഹു വൽമർഉ. അദ്ദേഹം പറയാണ്, ഹറാമായ നിലക്കല്ലേ പിജ ആവശ്യപ്പെടുന്നത്, ഇതിൻ്റെ ഭാര്യയൊന്നുമല്ല, ഞാൻ പിന്നെ കെട്ടാനും ഉദ്ദേശിച്ചിട്ടില്ല. ഹറാമായ നിലക്കല്ലേ. ഫൽമമാതു ദൂനഹു, നിഷിദ്ധമായ നിലക്ക് വ്യഭിചാരത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അതിനേക്കാൾ നല്ലത് മാന്യനെ സംബന്ധിച്ച് മരണമാണ്. അതെന്തായാലും സാധ്യമല്ല. വൽഹില്ലു, ഹലാലായ നിലക്കാണെങ്കിൽ ലാഹില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഹലാലായ ഒരു ബന്ധമില്ല, വാസ്തവീനും അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. നീ ആവശ്യപ്പെടുന്നു, നീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കളുടെ ബന്ധമില്ല, നീ എൻ്റെ അടിമസ്ത്രീയും അല്ല, പിന്നെ എങ്ങനെ ഹലാലാകുന്നു? ഹറാമ് ചെയ്യാൻ മരിക്കുകയാണെങ്കിലും ഞാൻ സന്നദ്ധനല്ല. മാന്യന്മാർ, തറവാടികൾ, അവരുടെ അന്തസ്സും തറവാടിത്വവും അവര് വ്യഭിചാരം കൊണ്ട് കളങ്കപ്പെടുത്താതെ അവർ സംരക്ഷിക്കും. ജാഹിലിയ കാലത്ത് ചെറുപ്പക്കാരനായ യുവാവെന്ന് 18 വയസ്സാണെന്നാണ് കൂടുതൽ ചരിത്രകാരന്മാരും പറയുന്നത്. പക്ഷേ കുറെ കൂടി ബലപ്പെട്ട ചരിത്രത്തിൽ പറയുന്നത് 25-ാമത്തെ വയസ്സാണെന്ന്. ഏതായാലും അതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ഈ നിലക്കുള്ള നാട്ടിലെ മക്കയിലെ നേതാവാണ്, ഭരണാധികാരിയാണ് ബാപ്പ. ഇത്രയും അതുല്യ സൗന്ദര്യത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഉടമയാണ് മോൻ. ആ അധികാരവും സ്വാതന്ത്ര്യവും കഴിവും ഒക്കെ ഉണ്ട്, സൗന്ദര്യവും ഉണ്ട്. അപ്പൊ എന്തും ചെയ്യാന്നുള്ളതല്ല. നിഷിദ്ധമായ നിലക്ക് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ അതിനേക്കാൾ നല്ല മരണമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒരു മനുഷ്യന്റെ തറവാടിത്വവും ആ മനുഷ്യന്റെ സംശുദ്ധിയും അവന്റെ സംസ്കാരവും അവൻ മാന്യത സംരക്ഷിക്കാൻ കാരണമാവും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പാപ്പാൻ്റെ കൂടെ പോയി നിക്കാഹ് കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് 3 ദിവസം അവിടെ താമസിച്ചു. അങ്ങനെ അന്ന സമ്പ്രദായം. 3 ദിവസം വിവാഹം കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിൽ ഒന്നിച്ച് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് സ്വന്തം വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുത്തതുണ്ടെങ്കിൽ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. കണ്ണൂർക്കാരെ ചെറിയൊരു ശൈലി, പൂർണ്ണമായിട്ട് അങ്ങനെയായിട്ട് പറയാനും വയ്യട്ട. കണ്ണൂർക്കാരത് കുറച്ച് പുടുത്തം വിട്ട പോക്കുവാണ്. ഒരു തറവാടും കൂടി ഉമ്മാക്കാ വെച്ചു കൊടുക്കുക. പാപ്പാക്കൊന്നുമില്ല, തറവാടും ഇല്ല, ഒന്നുമില്ല. സ്വന്തം പേരെടുത്തെങ്കിൽ ഒരു കുട്ടികളെ പറഞ്ഞേക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുക. ഇത് അങ്ങനെയില്ല. 3 ദിവസം അവിടെ താമസിക്കുക. എന്തായാലും 3 ദിവസം കഴിഞ്ഞിട്ട് സ്വന്തം വീടുണ്ടെങ്കിൽ ആയിക്കൊണ്ടുവരും, ഇല്ലെങ്കിൽ വാടക വീട് കൊണ്ടുവരും. കുടുംബ വീട്ടിലേക്ക് പൊതുവിൽ അങ്ങനെ കൊണ്ടുവരേണ്ടി ഇല്ല. അതോടുകൂടി ഇൻഷാ അല്ലാഹ് ഇനി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചുരുക്കി, അബ്ദുള്ള എന്നവരെ സംബന്ധിച്ച് അധികം പറയാനില്ല, കാരണം ഇത് മൂപ്പര് കഴിഞ്ഞു പോവുകയാണ്. എന്നാലും ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറഞ്ഞ് നബി തങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ളൊരു പരാമർശം ചിലതെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത് അങ്ങനെയാണ്. അതുകൂടി നാളെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇത് ഇവിടെ അവസാനിച്ചാൽ പിന്നെ നബി തങ്ങളുടെ ജനനം പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വീണ്ടും പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.